ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇറച്ചിക്കറിയുടെ രുചി തന്നെ പൊട്ടറ്റോ കറി എങ്ങനെ വെക്കാം എന്നതാണ്. നല്ല ടേസ്റ്റോടുകൂടി പൊട്ടറ്റോ കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് 2 വലിയ പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് സ്റ്റൗ ഓണാക്കി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുക്കാവേ. ഇത് വേവട്ടെ. ആ സമയത്ത് തന്നെ നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കാം. കുറച്ച് മതിയെങ്കിൽ 2 പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് സവാളേൻ്റെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോയിൽ ചേർത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ വറുത്ത് കൊടുക്കണം കേട്ടോ. ആ പൊടികളുടെ പച്ചച്ചൊവ എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒന്ന് 2-3 മിനിറ്റ് നേരം വറുത്ത് കൊടുക്കണം. അതൊരു വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ പൊട്ടറ്റോ കുക്കായിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയും പൊട്ടറ്റോയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആ കുക്കറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. അധികം കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം കറി പോലെ ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്തു. പിന്നെ ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്തു. മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തു. പിന്നെ മല്ലിയില, ഇത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടെ കുക്ക് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റോട് കൂടിയുള്ള പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.